ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഭയപ്പെടേണ്ട എന്ന ചിന്ത വിശുദ്ധ ബൈബിളിൽ 365 പ്രാവശ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. ഒരു വർഷത്തിന് 365 ദിവസങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധനായ ദൈവത്തിന് മനുഷ്യരോട് നൽകാനുള്ള സന്ദേശമാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഭയം എന്ന വികാരത്തെക്കുറിച്ച് നമുക്കറിയാം. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി പലതിനെ ഭയപ്പെടുന്ന മനുഷ്യരുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഭയത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങൾ, ഭയപ്പെടേണ്ട എന്ന ആശയങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി ഭയപ്പെടേണ്ട എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു ചിന്ത ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ചിതറിക്കിടക്കുന്ന പല ഭാഗങ്ങളിലായി കാണുന്ന ഒരു പദമാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് ഭയപ്പെടേണ്ട എന്ന ചിന്ത. അതിൽ നിന്നും ഒരു വചനഭാഗം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്രകാരമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്: നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരിയിലിനേക്കാളും നിങ്ങൾ വിശേഷത ഉള്ളവർ. യേശു കർത്താവ് പറയാണ്, നിങ്ങളുടെ തലയിലെ മുടിനാരുകൾ പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ വചനഭാഗത്തിൽ ഒരു ദൈവ പൈതലിന് ദൈവം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ 7-ാമത്തെ വാക്യത്തിന് തൊട്ട് മുമ്പ് 6-ാമത്തെ വാക്യത്തിൽ അതിന് ബലം നൽകുന്ന ഒരു ഉദാഹരണം കർത്താവ് പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: 2 കാശിന് 5 കുരിയിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. 2 കാശിന് 5 കുരികിലുകൾ, അതിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. ഈ കുരികിൽ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷി, അതിനൊരു സസ്യമായിട്ടും ചിത്രീകരിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മീയ സന്ദേശം, 2 കാശിന് 5 കുരികിൽ എന്ന് പറയുമ്പോൾ അതിന്റെ വില, ഒരു കുരികിലിന്റെ വില എത്രയാണ് നമുക്കൊന്ന് ചിന്തിച്ചാൽ 2 കാശിന് 5 കുരികിലുകൾ. അപ്പൊ എൻ്റെ ഒരു ചിന്തയിൽ 2 കാശിന് ഒരു പക്ഷെ 4 കുരികിലായിരിക്കാം വിൽക്കാൻ സാധ്യതയുള്ളത്. ആ 4 കുരികിലിന്റെ കൂട്ടത്തിൽ ഒരു കുരികിലിനെ കൂടെ കൊടുക്കുകയാണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറയുന്നത് പോലെ തീരെ വിലയില്ലാത്ത ഒരു പക്ഷി എന്ന് തോന്നാവുന്ന ഒരു ജീവിയെ, ഒരു ജീവനെ ദൈവം എത്രമാത്രം വില കൽപ്പിക്കുന്നു. അവിടെ പറയുന്ന ദൈവം അതിൽ ഒന്നിനെ പോലും എന്ത് ചെയ്യുന്നില്ല, മറന്നു കളയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അങ്ങനെയാണ് ആ വിൽപ്പന അവിടെ നടക്കുന്നതെങ്കിൽ 2 കാശിന് 4 കുരികിലാണ് സാധാരണ ലഭിക്കാറുള്ളത്. ഒരു കുരികിലിനെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഈ 5 കുരികിലും കൂടെ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തിയാണെന്ന് ചിന്തിക്കുക. നമ്മളിൽ ആരാണ് ഫ്രീ ആയിട്ട് കയറി കൂടിയത്? അഥവാ ആരോ ഒരാൾ വിലയില്ലാത്തവരാണ്. പക്ഷേ അവയിൽ ഒന്നിനെ പോലും കർത്താവ് മറക്കുന്നില്ല എന്ന് പറയുമ്പോൾ 5ഉം ഒരുപോലെയാണ്. 5 കുരികിലിനും പറയാൻ ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഞാനോ നീയോ ആയിരിക്കാം ഫ്രീ ആയി ഇതിനകത്ത്, ഈ 5 എന്ന സംഖ്യക്കകത്ത് കയറി കൂടിയിട്ടുണ്ടാവുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അതുപോലെ വില നഷ്ടപ്പെടുന്നത് പോലെ പ്രതിസന്ധി വരുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിലാണ് തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുകയാണ്, ദൈവത്തിനത് അറിയാം, ദൈവം അറിയാതെ ഒന്നുപോലും നിലത്ത് വീഴുകയില്ല. 2 കാശിന് 5 കുരികിലിനെ വിൽക്കുമ്പോൾ അതിലൊന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ലെങ്കിൽ വിലയിൽ നിന്ന് ചിന്തിക്കുന്ന നിങ്ങളെയും ദൈവം ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല. ഈ കുരികിലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ അതിനോടനുബന്ധിച്ച് ചില വാക്യങ്ങൾ കൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 102-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്: ഞാൻ ഉറക്കിളച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെ ആകും.
ഈ സങ്കീർത്തന ഭാഗത്ത് ഒരു അരിഷ്ടന്റെ പ്രാർത്ഥന, അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുമ്പാകെ തന്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ച പ്രാർത്ഥനയാണെന്ന് ഹെഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കുരുകിലിനെ പോലെ അരിഷ്ടനായി ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഞാൻ ഉറക്കം വിളച്ചിരിക്കുന്നു, ഉറക്കം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ ഒറ്റപ്പെട്ട ഏകാന്തത അനുഭവിക്കുന്ന ഒരു സാഹചര്യം. എന്നിട്ടാണ് പറയുന്നത്, ഞാൻ ഉറക്കം വിളച്ചിരിക്കുകയാണ്, വീട്ടിനുള്ളിൽ തനിച്ചിരിക്കുന്ന ഒരു കുരുകിൽ പോലെയാണ്. അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവം പറയുന്നത്, നിങ്ങൾ വിലയുള്ളവരാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. അങ്ങനെയുള്ളവരോടാണ് ഭയപ്പെടേണ്ട എന്ന ചിന്തയിലെ ഒരു സന്ദേശം കർത്താവായ യേശുക്രിസ്തു പങ്കുവെക്കുന്നത്. നിങ്ങളുടെ ഏകാന്തതയിൽ, നിങ്ങളുടെ ഭാരങ്ങളിൽ നിങ്ങൾക്ക് വിലയില്ലാതെ തോന്നുമ്പോൾ, വില കൽപ്പിക്കേണ്ടവർ ഒരുപക്ഷെ വില കൽപ്പിക്കുന്നില്ലായിരിക്കാം, സ്നേഹിക്കേണ്ടവർ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, കണ്ടിട്ട് കാണാതെ പോകുന്നവർ കാണാം. പക്ഷെ ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും വിലയുള്ളവരാണ്. വിശുദ്ധ ബൈബിളും യേശുവും ഒക്കെ എല്ലാവർക്കും വില കൽപ്പിച്ചിട്ടുണ്ട്. വഴിത്തിരക്കിൽ കിടക്കുന്ന തളർവാദ രോഗികളെ, കണ്ണില്ലാത്തതുകൊണ്ട് തെരുവിലറിയപ്പെട്ട അന്ധന്മാരായ ആളുകളെ, കുഷ്ഠരോഗികളെ, സമൂഹം തള്ളിക്കളഞ്ഞവരെ, തള്ളപ്പെട്ടവരെയൊക്കെ കർത്താവ് മാറോട് ചേർത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. അരികവൽക്കരിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന വ്യക്തികളെ, സമൂഹങ്ങളെ എന്നും മാറോട് ചേർത്ത ചരിത്രമാണ് കർത്താവായ യേശുക്രിസ്തുവിനുള്ളത്. സദൃശവാക്യം 26-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്, കുരുകിൽ പാറിപ്പോകുന്നതും മേവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ എന്നൊരു പദം കൂടെ കാണാം. ഒരു ചെറിയ കാറ്റടിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു കുരുകിൽ. ഇവിടെ മേവൽ പക്ഷിയോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരല്പപ്രാണിയായ ഒരു പക്ഷിയായിട്ട് നമുക്ക് എടുക്കാം. ഒരു ചെറിയ കാറ്റടിച്ചാൽ പാറിപ്പോകും. പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് നിലനിൽക്കാൻ കഴിയാതെ പാറിപ്പോകുന്നത് പോലെ, പറന്നു പോകുന്നത് പോലെ, ഒരു ഉറപ്പില്ലാതെ, സ്വസ്ഥതയില്ലാതെ പറന്ന് നടക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. ഈ പ്രതിസന്ധികൾ എന്നെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുമോ? എനിക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുമോ? ഞാൻ പാറിപ്പോകുന്നൊരു കുരുകിലിനെ പോലെ ആയിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങളോടാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. ആ കൊടുങ്കാറ്റിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ദൈവമാണ്. കാരണം കൂടാതെ പാറിപ്പോവുകയാണ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രതിസന്ധികൾ മതി നമ്മുടെ ജീവിതത്തെ താറുമാറാക്കി കളയാൻ, നമ്മളെ ഇല്ലായ്മയാക്കി കളയാൻ. നമ്മൾ ചിന്തിക്കുന്നതുമേ കാരണം കൂടാതെ ഞാൻ അസ്വസ്ഥനാകും, ഞാൻ എൻ്റെ നിലനിൽപ്പിന് ക്ഷതമേൽക്കുകയാണ്, നിലനിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ അവിടെ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, കുരുകിലിനേക്കാൾ വിശേഷതയുള്ളവരാണ് നിങ്ങൾ. 84-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും, കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. പാറിപ്പോകാതിരിക്കാൻ, പറന്നു പോകാതിരിക്കാൻ, ഏകാന്തതയിൽ നമ്മുടെ വേദനകളിൽ ആശ്വാസം ലഭിക്കാൻ കുരുകിൽ തനിക്കൊരു വീട് കണ്ടെത്തി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ദൈവസന്നിധിയിൽ, ദൈവ സാന്നിധ്യത്തിൽ ഓടിയണഞ്ഞ് യാഗപീഠത്തിന്റെ കൊമ്പുകളെ അഭയം പ്രാപിക്കുന്ന ഒരു ഭക്തനെ നമുക്കവിടെ കാണാൻ കഴിയും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട മകനെ, മകളെ, ഭയപ്പെടേണ്ട. നിങ്ങളുടെ ഹൃദയത്തോട് ആ സന്ദേശം പരിശുദ്ധാത്മാവ് ഈ നിമിഷം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടേണ്ട. ഭയപ്പെടുന്ന ചില വിഷയങ്ങളില്ലേ, ഒരു കുരുകിലിനെ പോലും ദൈവം മറന്നു പോകുന്നില്ലെങ്കിൽ, വീട്ടിന് മുകളിൽ ഉറക്കിളച്ച് തനിച്ചിരിക്കുന്ന, ഏകാന്തത അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ഒരു കുരുകിലിനെ പോലെ ഇരിക്കുന്നെങ്കിൽ, പാറിപ്പോകുന്ന ഒരു കുരുകിലിനെ പോലെ, ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പാറിപ്പോകുന്നു, ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ഇടറി വീഴുന്നു, ഒരു വലിയ വേദന വരുമ്പോൾ നിലനിൽക്കുവാൻ കഴിയുന്നില്ല. നമ്മോട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ യാഗപീഠത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവ സാന്നിധ്യത്തോട് നമുക്ക് അടുത്തില്ല. അതെ,
ഭയപ്പെടേണ്ട എന്ന് പറയുന്നവൻ നമ്മളെ വിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. നിങ്ങൾ ഭയപ്പെടുന്നൊന്നും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. കാരണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ വചനത്തിന് മുൻപാകെ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപ്രതികളിലേക്ക് സമർപ്പിക്കും. ഞങ്ങളുടെ ഏകാന്തതകളിൽ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഭയപ്പെടേണ്ട എന്നരുളി ചെയ്യുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാ ഭയങ്ങളെയും ദൈവം മാറ്റണമേ. എല്ലാ രോഗങ്ങളെയും ദൈവം മാറ്റണമേ. പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി അവിടെ നയിക്കണം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.